ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആനിച്ചേച്ചിയുടെയും നന്ദന്റെയും കഥയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നന്ദന്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കേട്ടിരിക്കുക കേട്ടോ. പ്ലംബിങ്ങിന്റെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനാണെങ്കിൽ ജോർജേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചി ആകെ വെള്ളമെല്ലാം വീണ് വിയർത്ത് ഒരു പരുവമായിട്ടുണ്ട്. അപ്പൊ തന്നെ ആനിച്ചേച്ചി ഒന്ന് നടു നിവർത്തി ഒന്ന് എഴുന്നേറ്റ് നിന്നു. ആകപ്പാട് അവിടെ കുത്തിയിരുന്നത് തന്നെയല്ലേ, കാലിന് നല്ല വേദനയുണ്ടായിരുന്നു കാണും. അപ്പൊ തന്നെ ഞാൻ ജോർജേട്ടനെ വീണ്ടും നോക്കി. ആളവിടെ കിടന്നുറങ്ങിയാണ്, ബോധമില്ലാതെ. പിന്നെ ആൾക്ക് നല്ല മദ്യപാന ശീലവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ അറിയായിരുന്നു ആളിങ്ങനെയൊക്കെ തന്നെയായിരിക്കുമെന്ന്. ആനിച്ചേച്ചി അയാളെ നോക്കിയൊരു പുച്ഛത്തോടെ ഒന്ന് നോക്കി ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ആളെ കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ കൊള്ളില്ല കേട്ടോ എന്ന് മാത്രം പറയുന്ന സമയത്ത് ഞാൻ ആനിച്ചേച്ചി അടുത്ത് പറഞ്ഞു, എന്നാ വാ ചേച്ചി, നമുക്ക് പുറത്തോട്ട് വേണമെങ്കിൽ നിൽക്കാം എന്ന് പറഞ്ഞ് ഞാനും ആനിച്ചേച്ചിയും കൂടെ അവിടെ നിൽക്കായിരുന്നു. അപ്പൊ തന്നെ ആനിച്ചേച്ചി മൊബൈലിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അനുചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഈ മൊബൈലില് ഫോട്ടോസൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അനുചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. ചേച്ചി എല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ ചേച്ചിയായിട്ട്. ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഓരോരുത്തരടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പം അവരൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഈ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അയലത്തെ വീട്ടിലെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇങ്ങനെ വരുമ്പോൾ ഓരോ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ അയക്കാറുണ്ട്, അവരവര് നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ. എനിക്കിതുവരെ അതൊന്നും എടുക്കാൻ അറിയത്തില്ല, അതൊന്നും പഠിച്ചിട്ടുമില്ല. നീ അതൊന്നും എന്നെ ഒന്ന് പഠിപ്പിച്ചില്ലല്ലോ എന്ന് ആനച്ചേച്ചി എൻ്റെ അടുത്തൊരു പാരാദൂരം എന്ന പോലെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതിനെന്താ, യാതൊരു കുഴപ്പമില്ല, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ, ചേച്ചി ഒന്ന് സമാധാനപ്പെട് എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ ആനച്ചേച്ചി ഒരു വാശി എന്ന പോലെ എനിക്കിപ്പം പഠിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുമാണെന്നുണ്ടെങ്കിൽ വീടിന്റെ കിഴക്ക് വശത്തായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അവിടെ ഒരു ചെറിയ പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് ചെറിയൊരു പുളി ഞാനിങ്ങനെ പിച്ചിട്ട് കഴിച്ചു. അപ്പോൾ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് ആനിച്ചേച്ചി എടുത്ത് പറഞ്ഞു, നല്ല പുളിയുണ്ട് കേട്ടോ അവിടെ എന്ന് പറയുന്ന സമയത്ത് ആനിച്ചേച്ചി പറഞ്ഞു, എന്നെങ്കിൽ നോക്കട്ടെ, ഞാനൊന്ന് കഴിച്ചു നോക്കാം. പുളിയിൽ പിന്നെ നല്ല പുളിയായിരിക്കും, ഉണക്കാൻ വെച്ച നല്ലൊരു വാളംപുളിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ പിച്ചു വെക്ക് ചേച്ചി, നമുക്ക് നോക്കാലോ, ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നോക്കി വെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേച്ചിയെ കൊണ്ട് ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചീനും പറഞ്ഞു, ഓ കയ്പുണ്ട്, നല്ല ഒരു പുളിയുടെ ആ ഒരു രസവും കാര്യങ്ങളൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അനുചേച്ചിയും കൂടാണെന്നുണ്ടെങ്കിൽ നേരെ അകത്തേക്ക് കയറി റൂമിലേക്ക്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു ക്യാമറയുടെ ആ ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ തന്നെ ഞാൻ അനുചേച്ചിയുടെ ഫോണിൽ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ആദ്യം ആ ഒരു നിൽക്കുന്ന പുള്ളിയുടെ തന്നെ ഒരു ചെറിയ ഫോട്ടോ ആണ് എടുത്തിട്ട് അതെടുത്ത് അനുചേച്ചിയെ കാണിക്കുമ്പോൾ അത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഫോണിലെടുത്തു ഒരു ഫോട്ടോ. അതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള ഒരു ഫോണായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ആനി ചേച്ചി അതിനകത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഒരു പുള്ളിയുടെ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആനി ചേച്ചിയെ കാണിച്ചു. പെട്ടെന്ന് ആനി ചേച്ചി ഞെട്ടിപ്പോയി. ഓ, ഇതിനേക്കായി നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോടാ അതിനകത്ത്, ഇത് നല്ല സൂപ്പറായിട്ടുണ്ട് നീ എടുത്തത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആനി ചേച്ചി ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. കൊള്ളാം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, നീ എടുത്തു തരുമോ എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു, അതിനെന്താ, ഞാൻ എടുത്തു തരാം, എൻ്റെ ഫോണിലെടുക്കണോ അതോ ചേച്ചിയുടെ ഫോണിലെടുക്കണോ? അപ്പൊ തന്നെ അനുചേച്ചി മറുപടി പറഞ്ഞു, എൻ്റെ ഫോണിലെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നിന്റെ ഫോണിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആക്കുന്നത് എങ്ങനെയാ, എൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ലേ ആ ഫോട്ടോസൊക്കെ? ഞാൻ പറഞ്ഞു, എൻ്റെ അകത്ത് വെച്ചിട്ട് ശേഷം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ആ ഒരു വാട്സപ്പിലോട്ട് ഞാൻ അയച്ചുതരാം, അപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റായി വരും എന്ന് പറയുമ്പോൾ ആനി ചേച്ചിക്ക് സന്തോഷമായി. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി, നിനക്ക് അങ്ങനെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തു തരത്തില്ലേ എന്ന് ആനി ചേച്ചി ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അതിനെന്താ, ചെയ്തു തരാലോ.
അങ്ങനെ ആനി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്നാ ഒരു ഫോട്ടോ എടുത്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഫോട്ടോ എടുക്കല്ലേ, അപ്പോ ഒരു കാര്യം ചെയ്യ് ചേച്ചി, ചേച്ചി പോയിട്ട് ഒരു സാരിയോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ ആനി ചേച്ചി ഒന്ന് നിന്നു. എടാ, ഞാൻ ആകെ മുഷിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതും പ്ലംബിങ്ങിന്റെ കാര്യങ്ങൾ നിന്നെ സഹായിച്ചതിന് ശേഷം. എനിക്ക് നന്നായിട്ട് വെള്ളമെല്ലാം നനഞ്ഞ് വിയർത്ത് തലയൊക്കെ ഒരുപാടായിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ എൻ്റെത് എന്നാണ് ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, എൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ, അത്രയും മതിയല്ലോ എന്ന് പറഞ്ഞ് ആനച്ചേച്ചി എടുത്ത് ഞാനൊന്ന് സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ചേച്ചി, ചേച്ചി തോർത്തെടുത്തിട്ട് നേരെ കുളിക്കാൻ പോകും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ, ഇപ്പം നല്ല ചൂടല്ലേ, അത് കഴിഞ്ഞിട്ട് ഫാനിൻ്റെ ഇടയിൽ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞതിന് ശേഷം ആ തലയും ശരീരവും എല്ലാം ഒന്ന് തണുത്ത് ആ ഒരു തലയൊക്കെ ഉണങ്ങി മുടിയൊക്കെ ഒന്ന് ഷാമ്പു ഇട്ട് തന്നെ കഴിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ റൂമിൽ നിന്നാലും ശരിയാണ് നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആനി ചേച്ചി എന്നെ പറഞ്ഞു, മതി മതി, ഞാനെന്നെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ, അത് ഏതായാലും പുള്ളി കിടന്ന് ഉറങ്ങില്ലേ, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ജോർജ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ അവസ്ഥ തന്നെ. ചേച്ചിക്കാണെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ജോർജ് ചേട്ടനെ കൊണ്ട്. അങ്ങനെ ആയ സമയത്താണ് ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ ഞാൻ ആനിച്ചേച്ചി നിർബന്ധിച്ച് നേരെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ആ സമയത്ത് ആനിച്ചേച്ചി അവളെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യോ, നിനക്ക് ഇഷ്ടപ്പെട്ട 4-5 ഡ്രസ്സും കാര്യങ്ങളും എടുത്തു വെക്ക്, അതില് ഞാൻ നോക്കിയിട്ട് എനിക്കും കൂടി ഇഷ്ടപ്പെടുന്നത് ഞാൻ എടുക്കാം, അതല്ലേ നല്ലത്, അല്ലാതെ ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ട് നീ ഇനി കൊള്ളില്ല എന്ന് പറഞ്ഞാലോ എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു ചിരിയോട് ചിരിച്ചിട്ട് നേരെ അവിടേക്ക് ചെന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഒരു വെസ്റ്റേൺ ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ അത് ഞാൻ എടുത്ത് ബെഡിലേക്ക് ഇട്ടു. അപ്പോൾ പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചുരിദാറും ടോപ്പൊക്കെ. അങ്ങനെ അതും ഞാനെടുത്ത് ബെഡിലേക്ക് ഇട്ടു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ആനച്ചേച്ചി കുളിക്കാൻ പോയിരിക്കായിരുന്നു. ഞാൻ ആ ബെഡിൽ തന്നെ ഇരുന്നു ഓരോന്നിൻ്റെയും ഭംഗി നോക്കി. ഇനി ഏതെങ്കിലും ഒന്ന് തേച്ച് വെക്കണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. വേറെ ഒന്നുമല്ല, ചേച്ചി കാണുന്ന സമയത്ത് ഒരു ഇമ്പ്രഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഇട്ടിരുന്ന് ചേച്ചി എടുക്കുന്ന സമയത്ത് നല്ലത് തന്നെയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഫോട്ടോഗ്രാഫി. ചില സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ച് നോക്കിയിട്ടുണ്ട്, ഏതെങ്കിലും മോഡൽസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ആനിച്ചേച്ചി എടുത്ത് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ആനിച്ചേച്ചിയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിൽ മാത്രം ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് അതിൻ്റെക്കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചേച്ചിയെ മോഡലാക്കി കുറേയധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഒന്ന് വൈറലാക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ ഷെയർ ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ബെഡിലിരിക്കുന്ന ടൈമിലാണ് ആനി ചേച്ചി കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ തന്നെ ഞാൻ ആനി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ദേ ഈ 3 ഡ്രസ്സും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ചേച്ചിക്ക് എടുക്കാം. അതിൽ ഒരു ചെറിയ ചുരിദാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു ജീൻസും ടോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള എൻ്റെ ഒരു ഡ്രസ്സ്. അപ്പോൾ ആനി ചേച്ചി എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിൽ 3-ലും നിനക്കേതാ ഇഷ്ടപ്പെട്ടെ? അപ്പൊ തന്നെ ഞാനൊന്ന് കണ്ണടിച്ച് കാണിച്ചു. എനിക്കേതാ ഇഷ്ടപ്പെട്ടതെന്ന് ചേച്ചിക്ക് തന്നെ അറിയാലോ, പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെട്ട ഈ വെസ്റ്റേൺ കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞു, അതെ, അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലുക്സ് ആയിരിക്കും. എനിക്കും അതാ ഇഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നീ പറഞ്ഞ പോലെ ബാംഗ്ലൂർ നിന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാമായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞു, അതെ അതെ, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നുമല്ല അവിടെ ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ചേച്ചി എന്ന് ഞാൻ ആനി ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്ക് അതെല്ലാം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പുതിയ പുതിയൊരു ജീവിതം കാര്യങ്ങൾ അതൊക്കെ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു. പക്ഷേ എന്ത് നിവർത്തി, ചേച്ചിയെ കൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കഴിയുമെന്ന് ഭയങ്കര ഡൗട്ടാണ്.
അല്ലെന്നുണ്ടെങ്കിൽ ജോർജേട്ടൻ അനുചേച്ചി ഉപേക്ഷിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകണം. പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും വിടുന്നതും താല്പര്യമില്ല. പിന്നെ പാവപ്പെട്ട അനുചേച്ചി ഇങ്ങനെ വീട്ടു തടങ്കൽ പോലെ ഇങ്ങനെ ഇട്ടേക്കും. അതൊരവസ്ഥയാണ് അനുചേച്ചിയുടെ. അനുചേച്ചി അങ്ങനെ തന്നെ നിന്ന് എല്ലാ ഡ്രസ്സും ഒന്ന് നോക്കി ശേഷം വെസ്റ്റേൺ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പിന്നെ ഞാൻ ഇട്ടിട്ട് വരാം, നീ ഇവിടെ ഇരിക്കേ എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിത്തരാം. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അനുചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഓക്കെ അല്ലേ? അപ്പം തന്നെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചേച്ചി, ചേച്ചി റെഡി ആയിട്ട് വാ. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഞാൻ ആ സമയം ജോർജേട്ടൻ കിടന്നുറങ്ങുന്ന ആ ഒരു കട്ടിലിൻ്റെ തൊട്ടടുത്ത സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിനെ ഞാൻ മറുപടി പറഞ്ഞു, കുഴപ്പമില്ല, ഇനി കുറച്ചുകൂടെ ലുക്സ് ആവണമെന്നുണ്ടെങ്കിൽ ചേച്ചി കുറച്ച് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടണം. മുഖത്ത് ചെറിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേച്ചിക്ക് ഓൾറെഡി വൈറ്റിഷ് കളറാണ്, പക്ഷേ ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളും കരിവാളിപ്പൊക്കെ ചേച്ചിക്കുണ്ട്. അത് ഈ വെയിലത്തും പിന്നെ ഈ അടുപ്പിലെ പുകയും അതൊക്കെ കൊണ്ട് കരിവാളിച്ചത് തന്നെയാണ്. പക്ഷേ അതൊക്കെ ഒരു വാട്ടം പോലെ എനിക്കിങ്ങനെ തോന്നി. അപ്പം തന്നെ ഞാൻ അനുചേച്ചിയോട് പറഞ്ഞു, അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാതെ, അത് കഴിഞ്ഞതിന് ശേഷം മതി ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പെട്ടെന്ന് തന്നെ അനുചേച്ചി പറഞ്ഞു, എടാ ഇത് ഓൾറെഡി ഇട്ടു പോയില്ലേ, ഇനി റിമൂവ് ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാധാരണ രീതിയിൽ ഒരു ജസ്റ്റ് മേക്കപ്പ് ചെയ്യാം, ഞാനായിട്ട് അങ്ങ് ചെയ്തു തരാം എൻ്റെ രീതിയിൽ, എന്നിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താം. അപ്പം തന്നെ അനുചേച്ചി അവിടെ വന്ന് ഒരു കസേര ഇട്ടിരുന്നു. ഞാൻ പറയുന്നത് പോലെ ഒരു നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ തന്നെയായിരുന്നു. അപ്പം തന്നെ ഞാൻ അനുചേച്ചിയോട് പറഞ്ഞു, ഇരുന്നു ഞാനെല്ലാം നോക്കിയിട്ട് നന്നായിട്ട് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അനുചേച്ചി എന്നെ നോക്കി, എല്ലാം നന്നായിട്ട് നീ ചെയ്യുമല്ലോ അല്ലേ എന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം തന്നെ ആദ്യം ഞാൻ ചെയ്തത് ആ ഒരു ഡ്രസ്സിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നീക്കിയതാണ്. ഒരു കറക്റ്റ് മോഡൽ എങ്ങനെയാണോ ആ രീതിയിൽ അനുചേച്ചി ആക്കിയെടുക്കണം, അതായിരുന്നു എൻ്റെ പരിശ്രമം. അതിനു വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു. അതിൽ ഡ്രസ്സാണെന്നു മെയിൻ. ആ ഇട്ട ഡ്രസ്സ് തന്നെ എത്രത്തോളം ഒരു മോഡൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ആ രീതിയിൽ ആക്കിയെടുക്കണം എന്നെനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് അനുചേച്ചിക്ക് എന്നെ വിശ്വസിക്കാൻ വയ്യ. ഏകദേശം ഒരു 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അനുചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു പിള്ളേരുടെ കണക്ക് അത്രയും മോഡൽ പോലെ ആ ഒരു ലുക്സിലിരിക്കുന്നു ഡ്രസ്സ് കൊണ്ട് തന്നെ. അങ്ങനെ അനുചേച്ചി ആദ്യം ഒന്ന് അതിശയിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അനുചേച്ചിയെ ഞെട്ടിക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അനുചേച്ചിയെ എന്തൊക്കെയായാലും ഞെട്ടിച്ചിട്ട് മറ്റൊരു കാര്യമുള്ളെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനുചേച്ചിയെ കണ്ണാടിയുടെ മുന്നിൽ കാണിക്കാതെ തിരിച്ചു നിർത്തി. ശേഷം ഓരോ കാര്യങ്ങളും ഫൗണ്ടേഷൻ തൊട്ട് ഓരോ കാര്യങ്ങളും അനുചേച്ചിയുടെ മുഖത്ത് ഞാൻ ഇട്ട് തൊടാൻ തുടങ്ങി. ആദ്യം മോയ്സ്ചറൈസർ, പിന്നെ ഒരു സെറം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്രീംസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു സൺസ്ക്രീനും ഇട്ട് കൊടുത്തു. അതും നല്ലതുപോലെയായിരുന്നു. ഒടുവിൽ ഫൗണ്ടേഷൻ വിട്ട് ഒന്ന് ഫൈനൽ മേക്കപ്പ് ചെയ്തതിനു ശേഷം ആ ഒരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് ചേച്ചിക്ക് ചെറിയ രീതിയിൽ കണ്ണുകൾ എഴുതി ആ മുടിയും ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യിപ്പിച്ച് അതെല്ലാം നല്ല രീതിയിൽ ഒന്ന് പറത്തിയിട്ടതിനു ശേഷം ചേച്ചി നിർത്തി ആ കണ്ണാടിയിലേക്ക് മുന്നിലോട്ട് പിടിച്ചു നിർത്തി. ആ സമയത്ത് ചേച്ചിക്ക് പോലും പറയാൻ വയ്യ, ഒരു വിചാരിക്കാത്ത മോഡൽ പോലെ ചേച്ചി അങ്ങനെ നിൽക്കുന്നു. ചേച്ചി പെട്ടെന്ന് ഒരു ശബ്ദമുണ്ടാക്കി, പെട്ടെന്ന് ആഹ്ലാദത്തിൻ്റെ ഒരു ശബ്ദം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ കിടന്ന് ഉറങ്ങുന്ന ജോർജേട്ടൻ ഉണരും കേട്ടോ, ചേച്ചി ഇങ്ങനെ കിടന്ന് അലറിയല്ലേ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷം കൊണ്ടല്ലേടാ, കുറെ കാലം കൂടിയിട്ടാണ് ഞാൻ എന്നെ ഇത്രയും നന്നായിട്ട് കാണുന്നത്, നീ ഇപ്പം എന്നെ അടിപൊളിയാക്കി കളഞ്ഞിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ എന്ന് തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം തന്നെ മനസ്സിലായല്ലോ ഇങ്ങനെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓരോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ ചേച്ചി എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു, നീ മുത്താണ് കേട്ടോ, നീ ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പോകണ്ട, ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ഇത്രയും സുന്ദരിയാണെന്നും എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നും. ഇതിപ്പം അപ്പുറത്തെ ലീലയെക്കാട്ടിലും അത്യാവശ്യം സുന്ദരി ഞാനല്ലേ എന്ന് ചേച്ചി സ്വയം എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ ചേച്ചി നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നില്ല. ഞാൻ ആദ്യം കണ്ട സമയത്ത് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ, ചേച്ചിയുടെ മുഖം ആകെ ഒരു ഡള്ളായിട്ടിരിക്കുന്നു, ചേച്ചി ചില സമയത്ത് ഡ്രസ്സും കാര്യങ്ങളൊന്നും പ്രോപ്പറല്ല, പിന്നെ ചില സമയത്ത് ഒരു
കുളിക്കാത്ത പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ ആ ഒരു ലുക്സ് പോകുന്നത്. ചേച്ചി എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കിടന്ന് പരിശ്രമിക്കുന്നു. ചേച്ചിയുടെ കാര്യങ്ങളൊന്നും ചേച്ചി നോക്കുന്നില്ല. അതൊക്കെ ചേച്ചിയുടെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ചേച്ചിയുടെ പ്രശ്നങ്ങൾ എന്ന് തന്നെ ആനി ചേച്ചിയുടെ മുഖത്ത് നോക്കി ഞാനത് പറയുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ഒരു കണ്ണുനീരുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് കാലത്തിന് ശേഷം തന്നെ സുന്ദരിയായി കണ്ടതിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചിക്ക് തന്നെ തോന്നുന്നുണ്ട്. ചേച്ചി ഇവിടെ നിന്നും നിൽക്കേണ്ട ഒരാളെ ആയിരുന്നില്ല, എവിടെയോ നല്ല രീതിയിൽ പോകേണ്ട ഒരാളായിരുന്നു. കാരണം ഇത്രയും ലുക്സ് വെച്ചിട്ട് തൻ്റെ ലുക്സ് എല്ലാം അലമ്പായിരിക്കുന്ന ആ ഒരു ആനി ചേച്ചിയെ, ആ കണ്ണാടിയുടെ കൂടെ എന്നും കാണുന്ന ആനി ചേച്ചിയെ ഇപ്പോൾ കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്. ആള് മൊത്തത്തിൽ മാറിയിരിക്കുന്നു. എല്ലാം മാറിയിരിക്കുന്നു എന്നല്ല, ഞാൻ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആനി ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ആനി ചേച്ചി, ഞാൻ ഒരു മോഡലാക്കി ചേച്ചിയെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുപ്പിക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേച്ചിക്ക് തന്നെ തരാം. പിന്നെ മോഡൽസിൻ്റെ സൈറ്റും കാര്യങ്ങളും അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആ ഒരു പേജിലൊക്കെ ഞാൻ ഇതിടും. അത് മറ്റൊന്നുമല്ല, ചേച്ചിക്ക് എന്തെങ്കിലും കരിയറിൽ എന്തെങ്കിലും ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് രക്ഷപ്പെട്ടു പോകുമല്ലോ. എല്ലാവരും ചേച്ചി ഒന്ന് കണ്ടോട്ടെ, അതല്ലേ ചേച്ചി നല്ലത് എന്ന് ഞാൻ ആനി ചേച്ചിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആനി ചേച്ചി പറഞ്ഞു, നീ പറഞ്ഞതല്ലേ, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെയായാലും അത് നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആനി ചേച്ചി ഞാനൊരു ഭിത്തിയുടെ മൂലയ്ക്ക് കൊണ്ടു നിർത്തി. ശേഷം ആനി ചേച്ചി എടുത്ത് പറഞ്ഞു, ഒന്ന് ചിരിച്ചാൽ മതി ചേച്ചി, വേറെ ഒന്നും ചെയ്യണ്ട. അതിങ്ങനെ ഞാൻ പറയുന്ന സമയത്തൊന്ന് ചിരിക്കണം. പിന്നെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസും കാര്യങ്ങളും കാണിക്കണം. അങ്ങനെ ആ സമയത്ത് ആനി ചേച്ചി ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നുമായിരുന്നില്ല. ഞാൻ പറയുന്നതിന് മുമ്പേ ആനി ചേച്ചി എനിക്ക് പറ്റിയ പോസുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ആനിച്ചയുടെ ഉച്ചയുടെ ഉള്ളിൽ ഇങ്ങനെ വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന ആ രീതിയിലല്ല, നല്ലൊരു കലാകാരി ഉണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ആനി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ, മോഡലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ? പെട്ടെന്ന് തന്നെ ആനി ചേച്ചി കളിയാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് പോടച്ചിറക്കാം എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, ചേച്ചി മറ്റൊന്നുകൊണ്ട് ചോദിച്ചല്ല, ചേച്ചി നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അനുചേച്ചി പറഞ്ഞു, അത് പണ്ട് ഞാൻ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ക്ലാസിക്കായിട്ടുള്ള അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നിനക്ക് തോന്നുന്നത്. അതും പെട്ടെന്ന് തന്നെ ഞാൻ അനുചേച്ചി വിളിച്ചു, അതും ഇതുമായിട്ട് എന്താ ബന്ധം? കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തെങ്കിലും ആയിരിക്കുന്നു എന്ന് ആനിച്ചേച്ചി പറഞ്ഞു നിർത്തി. അപ്പൊ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് ആനിച്ചേച്ചിയും കൊണ്ട് പല ഒരു സ്ഥലങ്ങളിലേക്ക് മാറി നിന്നു. ആ ഒരു അടുക്കളയിലെ തന്നെ ഇരുട്ടിൻ്റെ ആ ഒരു വശത്തായിട്ട് നിർത്തിയിട്ട് ചേച്ചി എടുത്ത് ഞാൻ ചിരിക്കാൻ പറഞ്ഞു, ചേച്ചി ഈ ഒരു ഡാർക്ക് സ്പോട്ടാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ശേഷം ഈ രീതിയിലൊരു പോസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനുചേച്ചി കൊണ്ട് വേറെ രീതിയിലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ലുക്സും കാര്യങ്ങളൊക്കെ ഒരു അടാറ് തന്നെയാണ്. ചേച്ചി ഒന്നില്ല, ലുക്സായിട്ട് മാത്രം നിന്നാൽ മതി, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ട് എത്ര പേരാ പൈസ ഉണ്ടാക്കുന്നത്? ചേച്ചിക്ക് അങ്ങനെ വല്ല നോക്കിയാൽ പോരായിരുന്നോ? വെറുതെ ഇങ്ങനെ സമയം കളയാനായിട്ട് എന്ന് തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ചേച്ചിയുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരാകാംക്ഷയും പിന്നെ ആ ഒരു അഭിനന്ദനമൊക്കെ ചേച്ചി അർഹിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു സമയത്ത് നിന്ന് ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ പിന്നെ ഒരു മടിയും കൂടാതെ ചേച്ചി എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതിനനുസരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ഓപ്പണായിട്ട് തന്നെ പറയാം, എങ്ങനെ നിൽക്കണമെങ്കിലും എന്താണെങ്കിലും. അതിനി ഞങ്ങൾ തമ്മിൽ ആ ഒരു ബോണ്ട് വന്നത് കൊണ്ടാണ്. ചില ആളുകൾ അങ്ങനെയാണ്, ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ മനസ്സിലായി കഴിഞ്ഞാലോ, ആ ബോണ്ട് വന്നു കഴിഞ്ഞാലോ, നമുക്ക് ആ ഒരാളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഒരാളായിരുന്നു നമ്മുടെ ആനിച്ചേച്ചി. അങ്ങനെ ആനിച്ചേച്ചിയുമായിട്ട് ഞാൻ കുറേയധികം ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്ന സമയത്ത് ആനിച്ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുന്ന സമയത്തും അനുചേച്ചി എൻ്റെ തോളത്തട്ടി
കൊള്ളാം, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി പറയുന്ന കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മനോഹരമായ ശബ്ദത്തിൽ അനുചേച്ചി എല്ലാം പറഞ്ഞു നിർത്തി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു സമയം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇങ്ങനെ നോക്കി നിന്നു. ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വേറൊരു ദിവസം. വേറൊരു കഥ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ ബൈ.